ഈ ചെറിയ മോഡിഫിക്കേഷൻ ചെയ്ത എത്തിയോസിൻ്റെ ഡീറ്റെയിൽസ് കാണാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ടൊയോട്ടയുടെ ലിവ എന്ന് പറയുന്ന ഈ മോഡൽ വണ്ടിയിൽ ചെയ്ത മോഡിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ ടൊയോട്ടയുടെ എംബ്ലം ഇത് ഹൈഡ്രോ ഡിപ്പ് ചെയ്താണ്. ഇതിന് സ്ക്വയർ ഇഞ്ചിന് 6 രൂപ നിരക്കിലൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ഗ്രില്ല് ഫുള്ള് ബ്ലാക്ക്, അതിൻ്റെ ഉള്ളിൽ ഒരു നെറ്റിൻ്റെ മെഷ് വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഒരു ചെറിയ ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ടത് വണ്ടിയുടെ ബോഡി ഫുള്ളായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു മെറ്റാലിക് ഗ്രീൻ കളറിൽ റാപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ വീൽ ആർച്ചും സെയിം കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ റൂഫിലായിട്ട് കമ്പനിയുടെ ബ്ലാക്ക് കളർ തന്നെയാണ്. ഈ സ്റ്റിക്കർ ചെയ്ത ഭാഗങ്ങൾക്ക് മുകളിലായിട്ട് ബ്ലാക്ക് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ ചെയ്തതാണ്. ഒരു 5000 രൂപ ഇതിന് എക്സ്ട്രാ ചാർജ് വരും. റാപ്പിങ്ങിന് 35,000 രൂപയാണ് ചാർജ് വരുന്നത്. ആ ബ്ലാക്ക് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് ടോട്ടലായിട്ട് വരുന്നത്. അതിന് മുകളിൽ ലെറ്റേഴ്സും. വണ്ടിയുടെ ബാക്ക് ഗ്ലാസ്സിൽ ഷെയ്ഡുകളൊന്നുമില്ല, അത് നോർമൽ ഗ്ലാസ് തന്നെയാണ്. ഇതുവരെയാണ് ആ ലെറ്റേഴ്സ് വരുന്നത്. ബാക്കിലെ വീൽ ആർച്ചും ബ്ലാക്ക് കളർ തന്നെയാണ്. പിന്നെ വണ്ടിയിൽ എക്സ്ട്രാ ഇപ്പോൾ പറയാൻ ടൊയോട്ടയുടെ എംബ്ലവും സെയിം ഹൈഡ്രോ ഡിപ്പ് ചെയ്തതാണ്. ഇവിടെ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അതിന് മുകളിലെ ലെറ്റേഴ്സിനാണ് ആ ഗ്രീനിഷ് കളർ വരുന്നത്. ബാക്കത്തെ ബ്രേക്ക് ലൈറ്റ് കൂളിംഗ് കാണാം നിങ്ങൾക്ക്. ഈ ഒരു ബ്ലാക്കിൻ്റെത് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ബാക്കിലെ ഗ്ലാസ്സുകളിലും കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. 2 സൈഡിലും ഗ്ലാസ്സുകളിലായിട്ട് ബാക്ക് ഗ്ലാസ്സിൽ സ്റ്റിക്കേഴ്സ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ തന്നെയാണത്. ഇത് ഹൈഡ്രോ ഡിപ്പ് ചെയ്താണ്. 4 ഹാൻഡിലും ഹൈഡ്രോ ഡിപ്പ്ഡാണ്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ്സിന് സെൻറ്ററിലായിട്ട് ഗോപ്രോ എന്ന് ജസ്റ്റ് ഒരു സ്റ്റൈൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോ ഡിപ്പ് ചെയ്ത 2 സൈഡ് മിററിന് താഴെ ഇൻഡിക്കേറ്ററിൽ ലൈറ്റ് ഡാർക്ക് കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററിന് താഴെയായിട്ട് ഒരു എക്സ്ട്രാ മിറർ. ഈ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് TRD സ്കേർട്ടിങ് വരുന്നുണ്ട്. ഇത് ഫുൾ ലോഡ് വണ്ടികളിൽ വരുന്നതാണ് ടൊയോട്ടയുടെ. ഇത് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ചെയ്യാം. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമുക്കിത് സ്കേർട്ടിങ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഇതുവരെയാണ് അത് വരുന്നത്. അതിന് മുകളിലായിട്ട് വീൽ ആർച്ച്. വണ്ടിയുടെ ഹെഡ്ലൈറ്റുകൾ DRL ചെയ്താണ്. ഏകദേശം 6000 രൂപ ചാർജ് വരും ഇതിൽ 17 ഇഞ്ചിൻ്റെ അലോയ്സ് യൂസ് ചെയ്തിരിക്കുന്നു. 4 അലോയ്സിനും ടയർസിനും കൂടെ ഏകദേശം 65,000 ചാർജ് വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഉൾഭാഗം നോക്കാം. പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ഒരു ഹാൻഡ് റെസ്റ്റ്. പിന്നെ വണ്ടിയുടെ ഡാഷ്ബോർഡാണ് നോക്കേണ്ടത്. ഡാഷ്ബോർഡിൽ ഒരു പാനൽ ഫുള്ളായിട്ട് ഹൈഡ്രോ ഡിപ്പ് ചെയ്താണത്. നല്ലൊരു ഷെയ്ഡ് വരുന്നുണ്ട്. സൈഡ് പാനലിലും സെയിം ഒരു ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഡോർ പാഡിലായിട്ട് ഒരു ലെതർ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡിന് മുകളിൽ 3 മീറ്റർ വെച്ചിട്ടുണ്ട്. ഒന്ന് വോൾട്ട് മീറ്റർ, സെൻട്രലായിട്ട് RPM, ഏറ്റവും സൈഡിലായിട്ട് ഓയിലിൻ്റെ പ്രഷർ. ഇങ്ങനെ 3 അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3ഉം വർക്കിംഗ് ആണ്. പിന്നെ ഡാഷ്ബോർഡിന് സെൻട്രലായിട്ട് ഒരു ചെറിയ ക്ലോക്ക്, അതിന് താഴെ മൊബൈലിൻ്റെ ഒരു ഹോൾഡർ, വേറെ ഇതിൽ
കാര്യപ്പെട്ട മാറ്റങ്ങളൊന്നുമില്ല. ഒരു ചെറിയ കുഷൻ നമ്മുടെ സീറ്റ് ബെൽറ്റിന് കൊടുത്തിട്ടുണ്ട്. ടോപ്പൊക്കെ സെയിം കമ്പനി എന്താണോ തന്നത് അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൂഫിൽ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഡിസ്പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത് മിററിലാണ്, LED ടൈപ്പാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ ഡിക്കിയിലാണ് സബ് വൂഫർ വെച്ചിരിക്കുന്നത്. ഇതാണ് കാണുന്നത്. ഈ വണ്ടിയുടെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുവാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.